ഇതോടൊപ്പം മനുഷ്യർ പരസ്പരം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും ആ മാനവികതയുടെ ഏറ്റവും ഉന്നത രൂപത്തിൽ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയുടെ 8-ാമത്തെ വാക്യം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലിന്നാസ്. സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാഅ ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയുടെ സാക്ഷികളാവണം. നീതിക്ക് വേണ്ടി, നീതിയോടൊപ്പം എപ്പോഴും നിലകൊള്ളണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അല്ലാ തഅദിലു, നീതി ചെയ്യാതിരിക്കാൻ. ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം നീതി ചെയ്യാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഏത് ഘട്ടത്തിലും ഏത് പ്രലോഭനം ഉണ്ടാകുമ്പോഴും നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. നീതിയുക്തമാവണം നമ്മുടെ തീരുമാനങ്ങൾ, വിധികൾ. അവിടെ മതഭേദം വിധിയിലും മറ്റും വരാനേ പാടില്ല. മറ്റു ചില ഗ്രന്ഥങ്ങളൊക്കെ ചില സ്മൃതികളൊക്കെ നമുക്ക് പരിചയമുണ്ട്. ബ്രാഹ്മണൻ ഇന്നത് ചെയ്താൽ അവന് ലളിതമായ ശിക്ഷ, എന്നാൽ ശൂദ്രനോ ജാതി ശൃംഖലയിൽ താഴെ നിൽക്കുന്ന ഒരാളോ അയാൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലലടക്കമുള്ള കൊടിയ ശിക്ഷകൾ. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മകൾ ഫാത്തിമ കെട്ടാലും കൈ ഞാൻ മുറിക്കുമെന്ന്. ഉന്നത കുലജാതയായ ഒരു പെണ്ണ് കെട്ടു. ആ പെണ്ണിൻ്റെ ഗോത്രത്തിൽപ്പെട്ട പലരും ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു, അവർക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ, ആ ശിക്ഷയിൽ നിന്ന് അവരെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാവരെയും വായടപ്പിച്ചുകൊണ്ട് നീതിയുടെ ലോകം കേട്ട ഏറ്റവും വലിയ ദർശനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എൻ്റെ മകൾ ഫാത്തിമ കെട്ടാലും അവളുടെ കൈ ഞാൻ മുറിച്ചിരിക്കും. റസൂലുമായി ബന്ധമില്ലാത്തൊരു മകളല്ല ഫാത്തിമ എന്ന് നമുക്കൊക്കെ അറിയാം. ഫാത്തിമത്തു ബിളഅത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഹബീബായ നബി തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. അങ്ങനത്തെ മോള് കെട്ടാലും ഞാൻ കൈമുറിച്ചിരിക്കുമെന്ന് നീതിയുടെ ഉദാത്തമായ പ്രഖ്യാപനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നു. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അല്ലാ തഅദിലു. ഏതെങ്കിലും ഒരു സമൂഹത്തോട്, കുടുംബത്തോട്, വ്യക്തിയോടുള്ള വിദ്വേഷം നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഖാദി ഷുറൈഹിന്റെ കഥയുണ്ട്. നീതിമാനായ ഖാദി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴുദ്യോഗസ്ഥനായിരുന്നു. ഒരു ജൂതൻ അലിയാർ തങ്ങളുടെ പടയങ്കി മോഷ്ടിച്ചു. അത് അലിയാർ തങ്ങളുടേതാണെന്ന് എല്ലാവർക്കും അറിയാം, അലിയാർ തങ്ങൾക്കും അറിയാം. അലി ഇബ്നു അബീ ത്വാലിബ് ആ മഹാസാമ്രാജ്യത്തിന്റെ അധിപനാണ്, അമീറാണ്, മഹാരാജാവാണ്. ആ അധികാരം ഉപയോഗിച്ച് ഈ ജൂതനിൽ നിന്ന് പടയങ്കി പിടിച്ചു വാങ്ങിക്കൊണ്ടുവല്ല ചെയ്തത്. ഖാദി ഷുറൈഹ് എന്ന അന്നത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ കോർട്ടിൽ അലിയാർ തങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നു. ജൂതനെയും ഭരണാധികാരിയാകുന്ന അലി ഇബ്നു അബീ ത്വാലിബിനെയും റളിയല്ലാഹു അൻഹു ഖാദി ഷുറൈഹ് വിളിച്ചു വരുത്തുന്നു. രണ്ടുപേരോടും ന്യായങ്ങൾ കേൾക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഖാദി ഷുറൈഹ് പറയുന്നത്, ഈ പടയങ്കി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, നിങ്ങളുടേതാണ് എങ്കിൽ ശക്തമായ പ്രമാണം വേണം. ആരാണതിന് സാക്ഷി? നിഷ്കപടമായി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, എൻ്റെ 2 മക്കൾക്കറിയാം. ഖാദി ഷുറൈഹ് പറഞ്ഞു, മക്കൾ നിങ്ങൾക്ക് സാക്ഷി നിന്നാൽ ഇസ്ലാമിക കോടതിയിൽ അത് തെളിവല്ല, പക്ഷപാതിത്വം വരും. എൻ്റെ ഒപ്പമുള്ള തൊഴിലാളികൾക്കറിയാം. ഖാദി ഷുറൈഹ് തിരുത്തി, പാടില്ല. നിങ്ങളുടെ ആനുകൂല്യം പറ്റി നിങ്ങളോടൊപ്പമുള്ള പണിക്കാരനും തൊഴിലാളിയും സാക്ഷി നിന്നാൽ ഒരിക്കലും ഈ സാക്ഷിത്വം സ്വീകരിക്കാൻ പറ്റില്ല. അലിയാർ തങ്ങൾക്ക് അതിനപ്പുറം വേറെ തെളിവൊന്നുമില്ലായിരുന്നു. ഖാദി ഷുറൈഹ് ആ ജൂതൻ അനുകൂലമായി വിധിച്ചു. ആ പടയങ്കി ജൂതൻ തന്നെ എടുക്കട്ടെ എന്നും പറഞ്ഞു. അക്ഷോഭ്യനായി അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കോടതിയിൽ നിന്ന് തോറ്റ് തൻ്റെ പടയങ്കി നഷ്ടപ്പെട്ട് തലതാഴ്ത്തി ഇറങ്ങിപ്പോന്നു. കീഴുദ്യോഗസ്ഥനാണ് ഖാദി ഷുറൈഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിധി നടത്തുന്നത് മഹാരാജാവിനെതിരെയാണ്. ഈ പടയങ്കി അലി തങ്ങളുടേതാണെന്ന് അവിടുത്തെ പരിചയമുള്ള എല്ലാവർക്കും അറിയാനും പറ്റും. പക്ഷേ കോടതിയിൽ ന്യായമായിരിക്കണം. വലാ യജ്രിമന്നകും ശനആനു ഖൗം, അയാൾ ജൂതനാണ്, ഈ മതത്തിൻ്റെ എതിരാളിയാണ്. പലപ്പോഴും ഹബീബായ നബി തങ്ങളെയും കൂട്ടരെയും ഇല്ലാതെയാക്കാൻ കഠിനാധ്വാനം ചെയ്ത വർഗത്തിൻ്റെ മെമ്പറാണ്. പക്ഷേ അത് നീതി ചെയ്യാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൂടാ. പക്ഷെ ജൂതന് വല്ലാത്തൊരു മനംമാറ്റുണ്ടായി. അയാളുടെ മനസ്സിൽ 1000 അമ്പുകൾ തുറച്ച പോലെയുള്ള വേദന വന്നു. എന്താണ് ഞാൻ ഈ കാണുന്നത്? ഈ മഹാസാമ്രാജ്യത്തിൻ്റെ ഉടമയാകുന്ന, അധിപനാകുന്ന, അമീറാകുന്ന അലിക്കെതിരെ തൻ്റെ കീഴുദ്യോഗസ്ഥൻ വിധി പറയുന്നു. അദ്ദേഹം അക്ഷോഭ്യനായി അത് സ്വീകരിച്ചിറങ്ങിപ്പോകുന്നു.
ആ പടയങ്കിയുമായി അലി ബിൻ അബി ത്വാലിബിൻ തങ്ങളുടെ പിറകെ ഓടിജൂതൻ, ഇത് അങ്ങയുടേതാണ്, സിഫീൻ യുദ്ധത്തിനിടയ്ക്ക് എനിക്കത് ലഭ്യമായപ്പോൾ ഞാൻ സ്വന്തമാക്കിയതാണ്, അത് അങ്ങ് തന്നെ സ്വീകരിച്ചാലും അതോടൊപ്പം ഈ വിശുദ്ധമായ ആദർശത്തിൽ എന്നെ ഒന്ന് മെമ്പറായി ചേർത്താലും അദ്ദേഹം അലിയാർ തങ്ങളുടെ കയ്യും പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ തഅദിലു. ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം നീതി ചെയ്യാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതിയിലൂടെ മാത്രം മുന്നോട്ട് പോകണം. ഫഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നീതി കാണിക്കുക, അതാണ് തഖ്വയുടെ പക്ഷം ചേർന്നത്. നീതി കാണിക്കുക. അലിയാർ തങ്ങൾ ആ പടയെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നൽകിയെന്ന് പിൽക്കാല ചരിത്രം. അത് നീ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഖുർആൻ മാനവികാണോ അല്ലേ എന്ന് ഖുർആൻ അറിയാതെ അതിൻ്റെ കവർ തുറന്നു നോക്കാതെ വിമർശിക്കുന്നവർ ഇത്തരം ഖുർആനിലെ വചനങ്ങൾ പഠിക്കണം.